ആറന്മുളയപ്പന് എന്നോടൊരല്പം ഇഷ്ടം കൂടുതലുണ്ട്. എന്നെ മെഴുക്കുപുരട്ടിയത് എല്ലാ ദിവസവും ഭഗവാന് നിർബന്ധവും. മറ്റിടങ്ങളിൽ കാര്യമായ സ്ഥാനമൊന്നുമില്ലെങ്കിലും പടച്ചോറിനും ഉപ്പുമായ്ക്കും ഒപ്പം വെളിച്ചെണ്ണയിൽ പാകപ്പെടുത്തിയ മെഴുക്കുപുരട്ടിയായാണ് ഞാൻ എന്നും ഭഗവാന് മുന്നിലെത്തുന്നത്. പാൽപ്പായസമാണ് കൂട്ടത്തിലുള്ള മറ്റൊരു വിഭവം. നിവേദ്യത്തിൽ എനിക്കുള്ള സ്ഥാനം വള്ളസദ്യയിലുമുണ്ട് കേട്ടോ. കണ്ണൻ വാഴയില ഇട്ടാൽ കരക്കാർ പാടി ആവശ്യപ്പെടുന്ന വിഭവങ്ങളുടെ കൂട്ടത്തിലാണ് ഞാനും. ഭഗവാനെ ഉണ്ണി എന്നാണ് സങ്കല്പിക്കുന്നത്. ഉണ്ണി ഉണ്ടതിന് ശേഷം അത് ഉപ്പുമാങ്ങായും വഴുതനങ്ങായും ചേർത്ത് തരണമെന്ന് പാടിച്ചു. അത് കഴിയുമ്പോൾ നമ്മൾ അത് ഇലയിലല്ല വിളമ്പുന്നത്, അവരുടെ കയ്യിലാണ് വിളമ്പി കൊടുക്കുന്നത്. കാരണം ഭഗവാന്റെ പ്രസാദം അത് ഇലയിലല്ല, ഓരോരുത്തരുടെയും കൈ, ചോദിക്കുന്ന ഓരോ വ്യക്തികളുടെയും കയ്യിൽ അത് കൈ കൊടുക്കും. അതുപോലെ തന്നെ അകത്ത് വെക്കുന്ന അരവണ പായസം ഭഗവാൻ നിവേദ്യം വെക്കണം. അതും അകത്തുണ്ടാക്കുന്ന അരവണ പായസം തന്നെ ചോദിക്കും, അതും കൊടുക്കും. ഇതൊക്കെല്ലാം നമ്മൾ ചോറ് ഉണ്ണാനുള്ള ചോറ് വിളമ്പുന്നതിന് മുമ്പാണ് ഈ വിഭവങ്ങളൊക്കെ കൊടുക്കുന്നത്. തകരയില, പപ്പായ, മടന്തയില എന്നിവ കൊണ്ടുള്ള വിഭവങ്ങളും വള്ളസദ്യയ്ക്കുണ്ട്. പാടിച്ചോദിക്കുന്ന 25 വിഭവങ്ങളടക്കം 75 കൂട്ടമാണ് പള്ളിയോടക്കരക്കാർക്കായി പാകപ്പെടുത്തുക. എടക്കുളം എന്ന് റാന്നിക്ക് മുകളിൽ എടക്കുളം എന്ന് പറയുന്ന സ്ഥലം മുതൽ ഏതാണ്ട് 80 കിലോമീറ്റർ താഴെയുള്ള ചിന്നിത്തല വരെയുള്ള പള്ളിയോടങ്ങളാണുള്ളത്. 52 പള്ളിയോടങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ നാളെ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങൾ 10 എണ്ണമാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ ബാക്കി പള്ളിയോടങ്ങളും ഈ വള്ളസദ്യയിൽ പങ്കെടുത്ത് വരുന്നുണ്ട്. ഇവർക്കെല്ലാം തന്നെ നമ്മൾ സുരക്ഷിതമായി ഇവിടെ വന്നു പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച തുടങ്ങുന്ന വള്ളസദ്യ ഒക്ടോബർ 2 വരെയുണ്ട്. ഇതിനിടെ തിരുവോണനാളിലും ഉത്രട്ടാതി നാളിലും വള്ളസദ്യ ഉണ്ടാകില്ല. സി കെ അഭിലാലുണ്ട് നമുക്ക്. അഭിലാലെ, ആറന്മുള വള്ളസദ്യ എന്ന് പറഞ്ഞാൽ നാവിൽ വെള്ളമൂറാത്ത ആരും ഉണ്ടാവില്ല. എന്തൊക്കെ പല വിഭവങ്ങളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്പഴങ്ങി ഉപ്പിലിട്ട് തന്നെയാണ്. അത് കടിക്കുമ്പോൾ ഒരു രസം ഒന്ന് വേറെ തന്നെയാണ്. എന്തായാലും തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് വലിയ തിരക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്നതാണ്. പറയൂ അഭിലാലിൻ്റെ ആറന്മുള വള്ളസദ്യ അനുഭവങ്ങൾ തന്നെ. സാധാരണ വെജിറ്റേറിയൻ സദ്യയിലെ വിഭവങ്ങളുടെ എണ്ണം എന്നുള്ളത് 20 മുതൽ 25 വരെയൊക്കെയാണ്. പക്ഷേ ആറന്മുള വള്ളസദ്യയുടെ ഭാഗമാകുന്ന വിഭവങ്ങളുടെ എണ്ണം കേട്ടാൽ തന്നെ ആരും പുതുതായി കേൾക്കുന്നവർക്കൊരു ഞെട്ടലുണ്ടാകും. 72 വിഭവങ്ങളാണ്. അതിൽ പക്ഷേ തൂശനില മുതൽ കുടിവെള്ളം വരെ ഉൾപ്പെടുന്നുമുണ്ട് താനും. ലോകത്ത് മറ്റെവിടെയെങ്കിലും ഒരു സദ്യയ്ക്ക് അല്ലെങ്കിൽ ഒരു വിശേഷ അവസരത്തിൽ വിളമ്പുന്ന ഭക്ഷണത്തിൽ ഇത്രയധികം വിഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. അതിൽ തന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച വഴുതനങ്ങയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഭഗവാന്റെ ദിവസേനയുള്ള നിവേദ്യത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുന്ന 4 ഇനങ്ങളിൽ ഒന്ന് വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ്. അത് നല്ല വെളിച്ചെണ്ണയിൽ പാകപ്പെടുത്തിയ വഴുതനങ്ങ എന്നുള്ളത് ഭഗവാന്റെ ഇഷ്ട നിവേദ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ദൈനംദിനം അദ്ദേഹം അത് ഭക്ഷിച്ചു കൊണ്ടാണ് കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ് സങ്കല്പം. അങ്ങനെ ഈ വള്ളസദ്യയുടെ ഭാഗമായി വരുന്ന ആളുകൾക്ക് വിവിധ കരക്കാർ അവർ പാടിച്ചോദിച്ച് വാങ്ങുന്ന വിഭവങ്ങളിൽ ഏറെക്കുറെ 25 ഐറ്റമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച വഴുതനങ്ങ മെഴുക്കുവരട്ടി എന്നുള്ളത്. ഇതിൻ്റെ പാകപ്പെടുത്തുമ്പോൾ സാധാരണ നിലയിൽ നമ്മൾ വീട്ടിലൊക്കെ തന്നെ സാധനങ്ങൾ പാകം ചെയ്യുമ്പോൾ നമ്മുടെ അമ്മ അല്ലെങ്കിൽ സഹോദരി ഭാര്യയൊക്കെ തന്നെ അല്പം അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ തൊട്ട് നാവിൽ വെച്ച് രുചി ഉറപ്പാക്കുന്ന അത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട പാകം ചെയ്യുന്ന സാധനങ്ങളുടെ വിഭവങ്ങളുടെ ഒന്നിൻ്റെയും തന്നെ രുചി നോക്കുകയോ ഉപ്പ് നോക്കുകയോ ചെയ്യാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഉള്ളത് രുചി നോക്കിയാൽ ആ വിഭവം നമ്മൾ അനുഭവിച്ചു അല്ലെങ്കിൽ നമ്മൾ കഴിച്ചു, അതിൻ്റെ ബാക്കി ഭഗവാന് നൽകുന്നു എന്നുള്ള ഒരു കീഴ്വഴക്കം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയാണുള്ളത്. അതുകൊണ്ട് ഇത്തരം വിഭവങ്ങളുടെ ഒക്കെ തന്നെ നിറവും മണവും കണ്ടുകൊണ്ടാണ് അത് യഥാർത്ഥ രീതിയിൽ പാകപ്പെട്ടു എന്ന് ഉറപ്പാക്കുന്നത്. അങ്ങനെ രുചി വൈവിധ്യത്തിനോടൊപ്പം തന്നെ പാകപ്പെടുത്തുന്നതിലും ഏറെ വിശേഷങ്ങൾ ഉണ്ട്. ഞായറാഴ്ച തുടക്കം കുറിക്കുന്ന ഈ
വിശേഷമായ സദ്യവട്ടങ്ങൾ ഒക്ടോബർ 2 വരെ തുടരും. അതിനിടയിൽ 2 ദിവസം മാത്രമാണ് അതിന് ഒഴിവുള്ളത്. അല്ലെങ്കിൽ തിരുവോണ ദിവസവും ഉത്രട്ടാതി ദിവസവും മാത്രമേ അത് ഉണ്ടാകാതിരിക്കുകയുള്ളൂ. എന്തായാലും നാവിന് ഏറെ രുചി നൽകുന്ന ആറന്മുള വള്ളസദ്യ അത് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആളുകൾ ഒരുപാട് കാത്തിരിക്കുന്നതാണ്. ഗംഭീരമാകട്ടെ ഓരോ വിഭവങ്ങളും. മണം കേട്ട് വരെ അല്ലേ ഇതിൽ ഇന്ന കുറവ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പാചകമൊക്കെ നടക്കുന്നത്. ശരി അഭിലാലെ, കാണാം.